ഞാൻ അർജുൻ, ഇതാലു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം പൊട്ടിക്കാൻ പോവാണ്. ഇത് പൊട്ടിക്കുന്നതിനോടൊപ്പം നമ്മൾ മേടിച്ച വണ്ടികൾ എവിടെയാണെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ് മേടിച്ചതെന്ന് അത് റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യം ഇത് പൊട്ടിക്കുക, രണ്ടാമത് നമ്മൾ വണ്ടി മേടിച്ചേക്കുന്ന എല്ലാ വെബ്സൈറ്റും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്, എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന്. അപ്പം ഇന്ത്യൻ കാർസ് ഇഷ്ടപ്പെടുന്നവരായിട്ട് പലരും ഉണ്ട്, ഇന്ത്യക്കാരും ഉണ്ട്, അതുപോലെ പുറത്തുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം അത് നമ്മൾ ഇന്ന് പറയാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് എന്താണെന്നറിയാമോ? ഇതിനകത്ത് എന്താ പറ? ടോയോ? എന്ത് ടോയാ? അറിയില്ലേ? എടി ഇതിനകത്തൊരു ഇന്ത്യൻ കാർസ് ഉണ്ട്. ഇന്ത്യൻ കാർസ് ഇഷ്ടമാണോ? അതിലും ഏറ്റവും ഇഷ്ടമുള്ള കാർ ഏതാ? ഈ കാറോ? ഈ കാർ കണ്ടിട്ടില്ലല്ലോ. അപ്പം നിങ്ങളെപ്പോലെ ഇവളും എക്സൈറ്റഡ് ആണ്. പൊട്ടിക്കാം. അപ്പം നമുക്ക് ഇനി പൊട്ടിച്ചിട്ട് ബാക്കി കാര്യം പറയാം. അപ്പം നമ്മൾ പൊട്ടിക്കാൻ പോവാണേ. എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. പൊട്ടിക്കട്ടെ. ശരിക്കും പൊട്ടാതിരിക്കാൻ വേണ്ടി പല സംഭവങ്ങളും ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. പേപ്പറും പിന്നെ അതുപോലെ തന്നെ തെർമോക്കോളും. നല്ല പാക്കിംഗ് ആട്ടോ ചെയ്തേക്കുന്നത്. അപ്പം ഇതൊരു ഇന്ത്യൻ കാർസാണ്. ഇത് ഞാൻ മേടിച്ചത് ഫേസ്ബുക്കിൽ കൂടെയാണ്, ഒരു കളക്ടറിൻ്റെ. അപ്പം നമുക്ക് ആലോചന തരാം. മൊത്തോ ഒരെണ്ണം ഡാഡിക്ക്. ഡാഡിക്കും വേണ്ടേ? എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും നമുക്ക് പേടിയാണ്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് 2 ആഴ്ച കാത്തിരുന്ന് കിട്ടിയ വണ്ടിയാണ്. എന്തോ ഒരു ചെറിയ ഒച്ചയുണ്ട്, നമുക്ക് നോക്കാം പൊട്ടിയിട്ടുണ്ടോ ഇല്ലോ എന്ന്. എന്താ? ഇനിയുണ്ടല്ലോ വണ്ടി. ഒരു വണ്ടി കൂടെ ഉണ്ട്. എപ്പോഴും നമ്മളിതിൻ്റെ അകത്ത് നോക്കും എന്തെങ്കിലും വല്ല മിസ്സായിട്ടുണ്ടോ അല്ലേ, ചിലപ്പോൾ വെച്ചത് കൂടിപ്പോയോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒച്ച കേൾക്കുന്ന വണ്ടി തന്നെ പൊട്ടിക്കാം. ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും? വല്ലതും പൊട്ടാതിരുന്നാൽ മതിയായിരുന്നു. വല്ലതും പൊട്ടിയിട്ടുണ്ടോ? ഭാഗ്യം ഇതിനകത്ത് വണ്ടിയില്ല, അവർ ആ പെട്ടി മാത്രമേ വെച്ചിട്ടുള്ളൂ. നെറ്റ് സേഫായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ശരിക്കും 1/32 സ്കെയിലാണ്. ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ ഇല്ലേ, അതിൻ്റെ ബോക്സാണ്. അപ്പോൾ വണ്ടി ഇതിൻ്റെ അകത്ത് കാണും. ഓക്കെ, ഇത് പൊട്ടിച്ച് നോക്കാം. എന്തായിരിക്കും അല്ല ഇതിൻ്റെ അകത്ത്? അച്ചാച്ചൻ്റെ കൂട്ട് വണ്ടി ചെയ്ത്. അച്ചാച്ചൻ്റെ വണ്ടി ഏതാ? ഇന്നോവ. ഇന്നോവ ഇഷ്ടപ്പെടുന്നവരായിട്ട് കുറേയധികം പേര് കാണുമല്ലോ. അപ്പോൾ ഇന്നോവ ഉള്ളവർക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കും. ഈ ഇന്നോവ ഞാൻ എവിടെയാണ് മേടിച്ചതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതൊരു ഇന്നോവ ക്രിസ്റ്റയാണ്. ഇതെനിക്ക് ഫേസ്ബുക്ക് ത്രൂ ഡെയ്സി കാർ ഓട്ടോഹോളിക്സ് എന്നൊരു പേജുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറേ കളക്ടേഴ്സ് കൂടിയിട്ടുള്ളൊരു പേജാണ്. അപ്പം കളക്ടേഴ്സ് അവർക്ക് ഓരോ പുതിയ മോഡൽസിലോട്ട് വരുമ്പം ചിലപ്പോൾ അവരുടെ പഴയ മോഡൽസ് വിൽക്കും. അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിനേക്കാളും കൂടുതൽ ഞാൻ വണ്ടികൾ മേടിച്ചിട്ടുള്ള ഫേസ്ബുക്ക് കൂടിയാണ്. ഫേസ്ബുക്കിൻ്റെ അകത്ത് ഡെയ്സി കാർ ഓട്ടോഹോളിക്സ്. അപ്പം ഇതാണ് ഈ വണ്ടികൾ മേടിച്ചത് ആ പേജിൽ നിന്നാണ്. അപ്പോൾ ബാക്കിയുള്ള വണ്ടികൾ മേടിച്ചത് ഞാൻ എവിടെ നിന്നാണ് പറയാം. അപ്പോൾ താഴെ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം പേജിൻ്റെ ലിങ്കും ബാക്കി കാര്യങ്ങളെല്ലാം. ഓക്കെ, അടിപൊളി. എങ്ങനെയുണ്ടാലും സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? ഈ കളർ ഏതാ? ബ്ലാക്ക്. ഇത് ബ്ലാക്ക് കളർ ഇന്നോവ ക്രിസ്റ്റയാണ്. വേണോ? തരാം. ഇത് നോക്കട്ടെ. ഇത് പൊട്ടിപ്പോവും, സൂക്ഷിച്ച് വെക്കണം. ഇതൊരു സീൽഡ് മോഡലാണ്. അതായത് നമുക്ക് ഡോസോ അങ്ങനെയൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ല. ഇത് ഡൈകാസ്റ്റ് ആണ്, മെറ്റലാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡീറ്റെയിൽ കിട്ടണം. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് എൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം. നല്ല രീതിയിൽ അടിപൊളി ഡീറ്റെയിലിംഗ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സിറാമിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ സിറാമിക് ചെയ്യുന്നത് സൂപ്പർ സിറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് വെച്ചാണ് നമ്മൾ സിറാമിക് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇനി ഈ പൊട്ടിക്കുന്നത് ഏതാണെന്ന് ആലും അറിയാമോ? ഏതാ ഈ വണ്ടി ഏതായിരിക്കും? ഇത് 800 ആണ് നമ്മൾ പൊട്ടിക്കുന്നത്. ഇപ്പോൾ ഏകദേശം എനിക്ക് 3 800 ഉണ്ട്. എനിക്ക് 800 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തായിരുന്നു.
മാരുതി 800 ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടും. ഭയങ്കര ഒരു ക്യൂട്ട് ലുക്കിംഗ് ഒരു വണ്ടിയാണിത്. ഇതേതാ കളറ്? റെഡോ? ഇത് റെഡ്. ആലുവിന് റെഡാണോ ബ്ലാക്ക് ആണോ ഇഷ്ടപ്പെട്ടെ? അതെന്താ റെഡ് ഇഷ്ടപ്പെട്ടെ? ഇഷ്ടമായോ? ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കണോ അതോ കളിക്കണോ? അപ്പം ശരിക്കും ഈ ഒരു വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇത് കളക്ടേഴ്സിന് വേണ്ടിയുള്ള വണ്ടികളാണ്. നമുക്കിത് കളിക്കാൻ വേണ്ടി പിള്ളേർക്കുള്ളതല്ല. കാരണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഈ ഒരു ഇന്നോവയ്ക്ക് ഏകദേശം ഒരു 4000 റുപ്പീസ് ഉണ്ട്. ഇത് ഡൈകാസ്റ്റ് മെറ്റലാണ്. അതുപോലെ തന്നെ നല്ലധികം ഡീറ്റെയിലിംഗ് ആണ് ഈ വണ്ടിക്ക്. അതുപോലെ തന്നെ ഇതിനും ഏകദേശം ഒരു 3,000 to 5,000 റുപ്പീസാണ്. ഇതിൻ്റെ വൈറ്റ് കളേഴ്സ് ഉണ്ട്. വൈറ്റ് കളർ ഭയങ്കര റെയറാണ് ഈ 800 കിട്ടാൻ വേണ്ടി. അത് എൻ്റെ കയ്യിൽ ഒരെണ്ണമുണ്ട്. അതും കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഷോക്കേസ് ചെയ്തല്ലേ ഒരു കളക്ടേഴ്സ് ഐറ്റം ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി സെൻറ്റിയുടെ ടോയ്സ് ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള വണ്ടികൾ കാണുകയും ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറയാം. അതായത് ഏത് വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയാലോ. നമ്മൾ ഇന്ന് കാണുന്നത് 1/32 ഇന്നോവയുടെ സ്കെയിലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് എത്തുന്നതാണ്. അപ്പം ഇത് ഓരോ കളക്ടേഴ്സും അവർ eBay ത്രൂ വണ്ടി ബുക്ക് ചെയ്ത് നാട്ടിലെത്തിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു കൊതി തീർന്നു കഴിയുമ്പം ചില കളക്ടേഴ്സ് വണ്ടി കൊടുക്കും. അപ്പം നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, കിജാനോ ഇനോവ അങ്ങനെയാണ് ഇവർ പേരിട്ടേക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇത് ഇനോവ ക്രിസ്റ്റ എന്നായിരിക്കും പറയുന്നത്. അപ്പം ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയത് ബ്ലാക്ക് കളറാണ്. അപ്പം ഞാനൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് ഒന്ന് വൈറ്റ് ആക്കിയാലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫേവറേറ്റ് കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുമോ, നമുക്കതാക്കാം. അപ്പോൾ എനിക്ക് ഈ കളേഴ്സ് പെയിൻറ്റ് ചെയ്ത് തരുന്നത് എൻ്റെ ഫ്രണ്ട് പ്രഭവ് എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളി ഇത് ഡൈകാസ്റ്റ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ വണ്ടിയുടെ മോഡിഫിക്കേഷൻസാണ് പുള്ളി മെയിനായിട്ട് ചെയ്യുന്നത്. ഇത് സ്കെയിൽ മോഡൽസിൻ്റെ എല്ലാം. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിലിംഗ് ആണ്. കാരണം ടെയിൽ ലാമ്പ് പോലെ ഫ്രണ്ട് ലൈറ്റ് വരെ നോക്കിയാലും നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് വണ്ടി. പിന്നെ അതുപോലെ മെറ്റലാണിത്. അതുപോലെ ഇൻറ്റീരിയേഴ്സും നല്ല രീതിയിലാണ് വണ്ടി ഡീറ്റെയിൽ ചെയ്തേക്കുന്നത്. ഈ 800 ഡൈകാസ്റ്റ് മെറ്റലാണ്. അതുപോലെ തന്നെ ഇതിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജപ്പാനിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടികളെല്ലാം ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്താണ് വരുന്നത്. അപ്പം ഇന്ത്യയിൽ കുറേ ആൾക്കാർ ഇത് പ്രീ ഓർഡർ ചെയ്ത് മേടിച്ചിട്ട് സെല്ല് ചെയ്യാറുണ്ട്. അപ്പം അതും ഞാൻ ഹെൽപ്പ് ചെയ്യാം. ആരുടെയിലാണ് ഇതുപോലത്തെ വണ്ടികളൊക്കെ കിട്ടുന്നതെന്നും നിങ്ങൾക്ക് മേടിക്കാനുള്ള എളുപ്പവും. അപ്പം ഇവരുടെ വെബ്സൈറ്റിൽ നോക്കിക്കാണാൻ sunyoakmodel.com. അപ്പം ഈ ഒരു ബ്രാൻഡാണ് ഈ വണ്ടികളെല്ലാം പ്രൊഡക്ഷൻ മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാ കാസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഒരു വണ്ടിപ്രാന്തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം കടന്നു വന്ന ഒരു വണ്ടിയുണ്ട്. അതേതാണെന്നല്ലേ? ഈ കാണുന്ന സൈക്കിൾ. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ ഇതിൽ നിന്നായിരിക്കുമല്ലോ ഒരു തുടക്കം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സൈക്കിൾ ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ ഒരു സൈക്കിൾ മേടിച്ചിരിക്കുന്ന ഓട്ടോമോഡൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പേജിൽ നിന്നാണ്. അത് കണ്ണൂരുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പുണ്ട് കണ്ണൂരും എറണാകുളത്തും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറേ മോഡൽസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ 1 by 1 ആയിട്ട് ഞാൻ പറയാം എവിടെ നിന്നൊക്കെയാണ് മേടിച്ചേക്കുന്നത്. അപ്പം ഈ ഒരു സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് സെൻറ്റി ടോയ്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു 350-400 രൂപയുള്ളൂ ഇതിൻ്റെ പ്രൈസിങ് വരുന്നുള്ളൂ. അപ്പം ഇത് റിറ്റ്സിൻ്റെ ഒരു മോഡലാണ്, പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എക്കോ സ്പോർട്ട് ഉണ്ട്. അപ്പം ഇതും ഒരു 350-400 രൂപയുള്ളൂ. ഇതും ഓട്ടോ മോഡൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇവരുടെ മീൻസ് കൊറിയറൊക്കെ നമുക്കൊരു വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ ഇവർ ഡെലിവറി ചെയ്യാറുണ്ട്. നല്ല സർവീസാണ്, നല്ല പാക്കിങ്ങുമാണ്. ഇതുമെല്ലാം ഞാൻ അവിടെ നിന്നാണ് മേടിച്ചേക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ബൊലേറോ പിക്കപ്പ്. അപ്പം ശരിക്കും ഇതൊരു കുറച്ച് റെയർ മോഡലാണ്. എനിക്കൊന്ന് ഇതിൻ്റെ പ്രൊഡക്ഷൻ 2018-19 നിന്നിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ മേടിച്ചത് ഡെയ്സി കാർ ഓട്ടോഹോളിക്സ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ്. അപ്പോൾ അവിടെ കുറേ കളക്ടേഴ്സ് അവരുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ദീപക് അഗർവാൾ എന്ന് പറഞ്ഞ ഒരു പുള്ളിയുടെ നിന്നാണ് ഞാൻ ഈ ഒരു വണ്ടി മേടിച്ചത്. പിന്നീട് അടുത്തത് കൊൽക്കട്ടയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വണ്ടിയുണ്ട്, കൊൽക്കട്ട ടാക്സി. അപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല ഡീറ്റെയിലിംഗ് ആണ്. അത് 1/43 സ്കെയിലാണ് ഈ ഒരു വണ്ടി. അപ്പം ഇതിനകത്ത് നമ്പർ എഴുതിയിട്ടുണ്ട്, ഡൽഹി രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് തുറക്കാം. ഇത് തുറക്കുന്നതാണ് ഏറ്റവും സൂക്ഷിച്ച് തുറന്നില്ലെങ്കിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ സെറാമിക് ചെയ്തിട്ടുണ്ട് വണ്ടി. നല്ല ഒരു ഡൈകാസ്റ്റ് മെറ്റലാണ്, നല്ല ഡീറ്റെയിലിംഗ് ആണ്. അങ്ങനെ ഇനി അടുത്തത് എസ്റ്റീം. അങ്ങനെ നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സിൻ്റെ എസ്റ്റീം പോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു എസ്റ്റീം ഉണ്ട്.
ഇത് നല്ല ഡീറ്റെയിലിംഗ് ആണ്. ഇതും ഡെയ്സി കാർ ഓട്ടോഹോളിക്സ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ്. അപ്പം അത് ഒരു അരുണബ് അഗർവാൾ അങ്ങനെ ഒരു പുള്ളിയുടെ നിന്നാണ് ഇത് നമ്മൾ മേടിച്ചത്, ഈ ഒരു എസ്റ്റീം. അപ്പം ഇത് ഞാൻ ഫേസ്ബുക്ക് പേജും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നീട് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫേസ്ബുക്കിൽ നിന്ന് മേടിക്കുമ്പോൾ, കാരണം ഇവരെല്ലാം കളക്ടേഴ്സ് ആയിരിക്കും, അപ്പം നമുക്ക് അറിയത്തില്ല വിശ്വസിച്ച് ഇവരിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടും. അങ്ങനെ കുറേ സ്പാം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ മേടിച്ചവരെല്ലാം വിശ്വസ്തരായിട്ടുള്ളവരായിരുന്നു. എനിക്ക് പൈസ കൊടുത്തതിന് ശേഷം വിത്തിൻ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സിനുള്ളിൽ തന്നെ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ട്രസ്റ്റഡ് ആണോ എന്ന് അവരുടെ അഡ്മിനോടോ അല്ലെങ്കിൽ മോഡറേറ്ററിനോടോ ചോദിച്ചതിന് ശേഷം ഈ വണ്ടികൾ മേടിക്കുക. കാരണം നമ്മൾ ആദ്യമേ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഈ വണ്ടികൾ ഇവർ അയച്ചു തരുള്ളൂ. അപ്പം ഇതെല്ലാം മേടിക്കുന്നതിന് മുമ്പ് അഡ്മിനുമായിട്ട് സംസാരിച്ചതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരും അവരുടെ റിവ്യൂസ് ഇടും, ഇന്ന ആളിൽ നിന്ന് മേടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതും നോക്കിയതിന് ശേഷം മാത്രമേ മേടിക്കാവുള്ളൂ. പിന്നീട് ടാറ്റയുടെ ഒരു വണ്ടിയുണ്ട്, ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റാണ് ടാറ്റയുടെ സിനോൺ. ഇതും കുറച്ച് റെയറാണ്. 2018-19 പ്രൊഡക്ഷൻ ഈ ഒരു സ്കെയിൽ മോഡലിൽ നിന്നായിരുന്നു. അപ്പോൾ ഒരു കളക്ടറിൻ്റെ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇതൊരു 1/43 സ്കെയിലാണ്. പിന്നെ കാർ കളക്റ്റീവ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പം അതിൽ നിന്നാണ് ഈ ഒരു ഹോണ്ട ജാസ്. നല്ല രസമുണ്ട്. ഞാൻ 2 കളേഴ്സ് എടുത്തായിരുന്നു ഇതിന്, കാരണം ഇത് കിട്ടാൻ കുറേ നാൾ നോക്കി നിന്നതിന് ശേഷമാണ് ഈ ഒരു വണ്ടി കിട്ടിയത്. അപ്പോൾ ഹോണ്ട ജാസ് ഉള്ളവർ ഇത് കണ്ടു നോക്കുക. കാർ കളക്റ്റീവ് ഓൺലൈൻ. ഏകദേശം 2500 രൂപയാണ് ഈ വണ്ടിക്ക് വില. അപ്പം ഇത് നല്ല, എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കിനുള്ളിൽ തന്നെ പ്രോഡക്റ്റ് കിട്ടി. ഇതെല്ലാം ജപ്പാനിൽ നിന്ന് ആണ് അവർ ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് സെല്ല് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേ പേരെന്നോട് ചോദിച്ചൊരു വണ്ടിയുണ്ട്, സ്കോഡ ഒക്ടാവിയ കോംബി. നല്ല രസമാണ്, ഭയങ്കര അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് വണ്ടിക്ക്. റെഡ് കളറാണ്. കോംബി കുറച്ച് പേരുടെ ഉള്ളൂ ഞാൻ കേരളത്തിൽ കണ്ടിട്ടുള്ളൂ. പാലയിലുള്ളൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ട് കോംബി. അപ്പം സ്കോഡ ഒക്ടാവിയ കോംബിയാണിത്. പിന്നീട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ മോഡിഫൈ ചെയ്യുന്നൊരു വണ്ടിയാണ് നമ്മുടെ ഹോണ്ട അക്കോർഡ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കുറേ പേര് എന്നോട് ചോദിച്ചത് കൊടുക്കുന്നുണ്ട്, കാരണം ഇത് എൻ്റെ കയ്യിൽ ഒറ്റ പീസുള്ളൂ. അപ്പം ഇതും ഞാൻ മേടിച്ചത് ഫേസ്ബുക്കിൽ നിന്നാണ്. ഈ ഒരു ബ്രാൻഡ് ഫസ്റ്റ് 43 എന്ന് പറഞ്ഞ ഒരു മോഡൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പം ഇത് ചൈനയിൽ നിന്നും eBay ത്രൂ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവരിതെല്ലാം സെല്ല് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം 4000 രൂപയ്ക്ക് ഡ്യൂട്ടി അടിച്ച് കിട്ടുന്നത് ചിലപ്പോൾ ഇവർ 5000 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ഏകദേശം ഒരു 4000 റുപ്പീസ് എന്നാണ് ഈ ഒരു ഹോണ്ട അക്കോർഡ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് കാത്തിരുന്നൊരു വണ്ടിയുണ്ട്, അതായത് സുസുക്കിയുടെ സ്വിഫ്റ്റ്. ഇത് ഏറ്റവും പുതിയ, അത് ഇത് ജനറേഷൻ 3 ആണ്. ഇത് ഇപ്പം ഇരിക്കുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്വിഫ്റ്റ് നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പം ഈ ഒരു സ്വിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഷോറൂമുകളിലുണ്ടായിരുന്നു, നമ്മൾ അറിയാതെ പോയതാണ്. ശരിക്കും സുസുക്കിയുടെ ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റാണ് ഈ ഒരു വണ്ടി. അപ്പം അതിന് ശേഷമാണ്, അത് എനിക്ക് 2017-18 ഷോറൂമുകളിൽ ഈ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഷോറൂമിൽ വണ്ടി എടുക്കാൻ പോകുന്ന ടൈമിൽ ഈ മോഡൽസ് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മളൊന്നും അന്ന് ശ്രദ്ധിച്ചില്ല. ഇതിപ്പം ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ എല്ലാം സ്റ്റോപ്പ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് തീ വില കൊടുത്തിട്ട് നമ്മൾ ഈ സാധനം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഏകദേശം പ്രൈസ് 4000 to 5000 റുപ്പീസാണ് eBayയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ബ്രാൻഡ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് eBay ത്രൂ മേടിക്കാനായിരിക്കും. കാരണം ഏകദേശം 30 days എടുക്കും ഇതിവിടെ എത്തണമെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും ഈ വണ്ടി ഇവിടെ എത്തുന്നത്. അതുപോലെ തന്നെ 3000 രൂപയ്ക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വിഫ്റ്റ് മേടിച്ചപ്പം എനിക്ക് 850 രൂപയോളം ഡ്യൂട്ടി അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഡ്യൂട്ടി അടച്ച് വേണം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഈ വണ്ടികൾ എടുക്കാൻ വേണ്ടി. ഇനി അടുത്തത് സ്വിഫ്റ്റിൻ്റെ ജനറേഷൻ 1 കാണിക്കാം. വേണ്ട, മറ്റേത് വേണമെങ്കിൽ ഇത് ജനറേഷൻ 1 2 ഡോർ ആണ് കേട്ടോ. ഇതുണ്ടോ, നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് വണ്ടിക്ക്. ശരിക്കും ഇത് ഭയങ്കര റെയറാണ് ഇത് കിട്ടാൻ വേണ്ടി തന്നെ. അപ്പം എനിക്ക് കുറേ എൻക്വയറീസ് വരുന്നവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അവരുടെ പേരൻസോ അല്ലെങ്കിൽ അവരുടെ ഫാദർ ഗ്രാൻഡ് ഫാദറൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പല വണ്ടികളുണ്ട്. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പലരും വണ്ടികൾ കളക്ട് ചെയ്ത് ഷോക്കേസ് ചെയ്യാറുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫിയറ്റ് പത്മിനി ഉള്ളൊരു ചേട്ടൻ ഇങ്ങനെ വിളിച്ചായിരുന്നു. അപ്പം പുള്ളിയുടെ ഫാദറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പുള്ളിക്ക് ഒരു വണ്ടി കീപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പത്മിനി ഞാൻ കണ്ടത് സെൻറ്റി ടോയ്സിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് അറിയാവുന്ന, ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നല്ല വണ്ടികൾ നിങ്ങളുടെ ഫാദറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള വണ്ടികളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. എവിടെ നിന്നാണെങ്കിലും കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എത്തിച്ചു തരും. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഫിയറ്റ് പുണ്ടോ ആണ്. ഇതും എല്ലാവരുടെയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അപ്പം ഇത് കവർ ശ്രദ്ധിച്ച് തന്നെ അറിയാം, കുറച്ച് അത്യാവശ്യം പഴക്കമുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതെല്ലാം നല്ല രീതിയിൽ സെറാമിക് ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് ബോക്സിൻ്റെ അകത്ത് വെച്ചേക്കുവാണ്. അപ്പം ഇതാണ് ഫിയറ്റ് പുണ്ടോ. ഫിയറ്റ് പുണ്ടോ എൻ്റെ കയ്യിൽ 2 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സുസുക്കിയുടെ ജനറേഷൻ 2 സ്വിഫ്റ്റ്.
ഇതെൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റാണ്. റെയർ കളറുമാണ് ഈ വണ്ടി കിട്ടാൻ വേണ്ടി. ഞാൻ ഇതൊന്ന് എടുക്കാം. ഇത് ബോക്സിൻ്റെ പുറത്ത് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകത്തുള്ളൂ. കണ്ടോ, നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ഞങ്ങളൊന്ന് സിറാമിക് ചെയ്തായിരുന്നു, അതിൻ്റെ ഒരു ഷൈനിങ് ഉണ്ട് വണ്ടിക്ക്. ഞാനെപ്പോഴും സിറാമിക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കാരണം കുറേ നാൾ കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റ് ജോബ് നമ്മുടെ വണ്ടികൾക്കൊക്കെ ഒരു 3 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റ് ഫിനിഷ് നല്ല പുതിയതുപോലെ തന്നെ തോന്നും. അതുപോലെ തന്നെ ഈ സ്കെയിൽ മോഡൽസിനാണെങ്കിലും നമ്മൾ അടച്ചു വെക്കുവാണെങ്കിലും ഇതൊരു പെയിൻ പ്രൊട്ടക്ഷൻ ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ സ്വിഫ്റ്റ്. ഇനി ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറീസ് തന്നൊരു വണ്ടിയാണ് എർട്ടിഗ. ഈ ഒരു വണ്ടി, ഇത് ഭയങ്കര ഫാൻ ബേസ് ഉണ്ടെന്ന് എനിക്കിതുവരെ അറിയത്തില്ലായിരുന്നു. കാരണം ഈ വണ്ടി ഫോട്ടോ ഇട്ടതിന് ശേഷം കുറേ ആൾക്കാർ ചോദിച്ചു ചേട്ടാ എർട്ടിഗ കൊടുക്കാനുണ്ടോയെന്ന്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു സെല്ലറോ അല്ലെങ്കിൽ വിൽക്കുന്ന ഒരാളല്ല, എനിക്ക് പാഷനായിട്ട് ഞാൻ കളക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒന്നിൽ കൂടുതൽ വണ്ടികൾ ചിലപ്പോൾ ഞാൻ കളക്ട് ചെയ്യുമ്പോഴത്തേക്കും ചില ടൈമിൽ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു വണ്ടിയാണ് 800. അത് എൻ്റെ കയ്യിൽ 3 എണ്ണം ഉണ്ട്. ഞാനപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊട്ടിക്കാൻ ഇതുണ്ട്, ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കണം, ഇച്ചിരി പ്രയാസമാണ്. നോക്കട്ടെ. കണ്ടോ അതിൻ്റെ ഡീറ്റെയിലിങ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ പ്ലേസ് ചെയ്യുമെങ്കിൽ, ഇൻറ്റീരിയറിൽ പ്ലേസ് ചെയ്യുമെങ്കിൽ ഭയങ്കര രസമായിരിക്കും എർട്ടിഗയുടെ. അതുപോലെ തന്നെ ഈ ഒരു അക്രിലിക് ബോക്സിലായിരിക്കും ഈ വണ്ടികളൊക്കെ വരുന്നത്. ഇനി ഉള്ളത് നമ്മൾ അന്ന് നേരത്തെ പറഞ്ഞ 800 നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിയറ്റ് പുണ്ടോ, ലൈക്ക് രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ആ കളർ, എനിക്കൊന്നൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ഒരു വണ്ടിയാണ് ഇതിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാനുഫാക്ചറിങ് ഡേറ്റ് കണ്ടോ, 2014. ഇപ്പോൾ ഏകദേശം 10 വർഷമായി ഈ വണ്ടി മാനുഫാക്ചർ ചെയ്ത് സെല്ല് ചെയ്തിട്ട്. അപ്പോൾ അന്ന് ഒരാൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. ചിലപ്പം അന്ന് ഈ വണ്ടിക്ക് ഒരു 500 രൂപയായിരിക്കും, പക്ഷേ ഇപ്പം ഇവർ സെല്ല് ചെയ്യുന്നതൊക്കെ 2000 റുപ്പീസ് ആ പ്രൈസ് റേഞ്ചിലാണ് ഈ വണ്ടികളൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫിയറ്റിൻ്റെ ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റ് ആയിരുന്നു. അന്ന് നമ്മുടെ ഷോറൂമിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ മേടിക്കായിരുന്നു. ഫിയറ്റ് ഗ്രൂപ്പ് ഓട്ടോമൊബൈൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒഫീഷ്യലായിട്ട് അന്ന് പുണ്ടുള്ള ടൈമിൽ ഷോറൂമിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന വണ്ടികളായിരുന്നു. പക്ഷേ ഇതൊക്കെ കിട്ടാൻ ഇപ്പോൾ ഭയങ്കര പാടാണ്. ഇനി അടുത്തത് ഹോണ്ടയുടെ സിവിക്, പുതിയ സിവിക്. അപ്പം ഇപ്പോൾ ചോദിക്കുന്നുണ്ടാകും ചേട്ടാ ഈ സിവിക്കൊക്കെ പുതിയത് നമ്മുടെ ഷോറൂമുകളിലുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു മോഡൽസ് നമ്മുടെ ഷോറൂമിൽ കാണത്തില്ലെന്ന്. അതുപോലെ എല്ലാ വണ്ടി ഓഡി, BMW, മാരുതി, അതുപോലെ തന്നെ ജീപ്പ് കോമ്പസ്, അങ്ങനത്തെ ജീപ്പ്, അങ്ങനെ പല ബ്രാൻഡ്സും ഉണ്ടല്ലോ. ഈ ബ്രാൻഡ്സിൻ്റെ എല്ലാം ഇതുപോലത്തെ ഡൈകാസ്റ്റ് വണ്ടികൾ നിങ്ങളുടെ ഷോറൂമുകളിൽ കാണും. വണ്ടി മേടിക്കുന്ന ഷോറൂമിൽ തന്നെ വണ്ടികളുണ്ട്, നമ്മൾ അറിയാതെ പോകുന്നതാണ്. അപ്പം നമ്മൾ ചിലപ്പം ആമസോണിൽ നിന്നും അങ്ങനെ പല വെബ്സൈറ്റ്സിൽ നിന്നായിരിക്കും മേടിക്കുന്നത്, പക്ഷേ ശരിക്കും ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റ് നമ്മുടെ ഷോറൂമിൽ കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ഇനി ഏതെങ്കിലും ഷോറൂമിൽ പോകുമ്പോൾ ജസ്റ്റ് അവരോടൊന്ന് ചോദിക്കുക, ചേട്ടാ 1/43 ഡൈകാസ്റ്റ് സ്കെയിൽ ഉണ്ടോ അതോ 1/18 സ്കെയിൽ ഉണ്ടോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ സിവിക്. പിന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു വണ്ടിയുണ്ട്, ഇൻഡിക്കയുടെ വിസ്റ്റ. ഇതും ഒരു ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ പല സ്ഥലത്തും ഈ വണ്ടികളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പലരും പല വിലയായിരിക്കും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്യൂട്ടി അടച്ച് കൂടുതൽ എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഇന്ത്യൻ കാസ് ആകുമ്പോഴത്തേക്കും ഈ ടാറ്റയുടെ ഒക്കെ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ 500, 600 ആ റേഞ്ചൊക്കെ ഉള്ളൂ. ചിലവർ 1000 രൂപ വരെ മേടിക്കാറുണ്ട്. അപ്പം ലൈക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ അവൈലബിലിറ്റി. അപ്പം നിങ്ങളൊരു കളക്ടറാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് വില കുറഞ്ഞിട്ടാണെങ്കിലും വണ്ടി മേടിക്കാൻ പറ്റും. അടുത്തത് ഞാൻ പറഞ്ഞത് ഈ 2 വണ്ടീനെ കുറിച്ചാണ്. ഒന്ന് വൈറ്റ് 800 പിന്നെ ഒന്ന് റെഡ് 800. ഈ രണ്ടും ലുക്കിൽ സെയിം ആണെങ്കിലും വിലയിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇത് ഏകദേശം ഒരു 5,000 to 7,000 റുപ്പീസാണ് ഈ ഒരു വണ്ടിക്ക്. ഇതിന് ഏകദേശം 4,000 to 5,000 റുപ്പീസാണ് ചിലർ സെല്ല് ചെയ്യുന്നത്. അപ്പം രണ്ടും നല്ല അടിപൊളി മോഡൽസാണ്. ഇതൊരു ടാക്സി 800 ആയിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ പൊക്കത്ത്. അപ്പം ഇങ്ങനത്തെ ഒരു 800 വേണേൽ വെള്ളയായിട്ട് വേണേൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡൈകാസ്റ്റ് ഡോക്ടർ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, പുള്ളീനെ കോൺടാക്ട് ചെയ്യുന്നത്. പുള്ളി വണ്ടി അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് തരും. അങ്ങനെ നമ്മുടെ കുറേ വണ്ടികൾ പുള്ളിയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നീട് ഇനി അടുത്തത് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് SS80 ഈ ഒരു മോഡലാണ്. ഇത് 1/43 സ്കെയിലാണ്. നല്ല ഡീറ്റെയിലിംഗ് ആണ് വണ്ടിക്ക്. അപ്പം നമ്മൾ ഈ ഒരു വണ്ടി വേറൊരു സെബിൻ്റെ ഫിഷിംഗ് ഫ്രീക്സിൻ്റെ പുള്ളിയുടെ രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഒരു പ്രോജക്റ്റ്. അങ്ങനെ നമ്മുടെ 3 ഇന്നോവാസ് ഉണ്ട്. ഇത് 1/32 സ്കെയിൽ ഇന്നോവ ക്രിസ്റ്റ. പിന്നെ ജനറേഷൻ 1 ഇന്നോവാസ്, ഇതിനകത്ത് 2 എണ്ണം കിടപ്പുണ്ട്. അത് 1/43 സ്കെയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനൊക്കെ ഏകദേശം ഒരു 1,600 to 2,000 റുപ്പീസാണ് ആൾക്കാർ ഫേസ്ബുക്കിൽ സെല്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ
ഈ ഒരു വണ്ടി കിട്ടും. ഇതിന് ഏകദേശം 350 to 400 റുപ്പീസ് ഉള്ളൂ. സെൻറ്റിയുടെ ഇനോവയാണ്, വെറും പ്ലാസ്റ്റിക്കാണ് ബോഡി, ഇതെല്ലാം ഡൈകാസ്റ്റാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഫിയറ്റ് സഫാരി എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് 1962 ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കോംബി വാനാണ് ഈ ഒരു വണ്ടി, ഫിയറ്റ് സഫാരി. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി പൊട്ടിച്ചിട്ടില്ല, നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കാണിക്കാൻ വേണ്ടി. നല്ല ഇൻറ്റീരിയറാണ്. ഇതിനൊക്കെ ഏകദേശം ഒരു 10-12 വർഷം പഴക്കം കാണും ഈ ഒരു വണ്ടിക്ക്, അതായത് ഈ ഒരു മാനുഫാക്ചർ ഈ ഒരു മോഡലിന്. അപ്പം ഇത് ഓരോ കളക്ടേഴ്സിൻ്റെ നിന്ന് നമ്മൾ മേടിക്കുന്നതാണ്. അപ്പം ഈ കവേഴ്സ് എല്ലാം കാണുമ്പോൾ അറിയാം, അന്നത്തെ കാലത്തെ ചില കവേഴ്സിലൊക്കെ എഴുതിയിട്ടുണ്ട് ഡേറ്റ് എന്നാണ് ഇത് മാനുഫാക്ചർ ചെയ്തതെന്ന്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഈ ബ്രാൻഡ്സെല്ലാം. അപ്പം ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ ഞാൻ എവിടെ നിന്നാണ് വണ്ടി മേടിക്കുന്നതും അതിനെക്കുറിച്ചുള്ളതെല്ലാം. അപ്പോൾ ഇനി പറയാനുള്ളത് എനിക്ക് 3 കാര്യങ്ങളാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ഓരോ വണ്ടികളും പെട്ടെന്ന് മേടിക്കരുത്, സാവകാശം ടൈം എടുത്ത് മാത്രമുള്ള ഓരോ വണ്ടികളും പർച്ചേസ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഇത് ഓരോ കളക്ടേഴ്സും നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വേണം മേടിക്കാൻ. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ഞാൻ ഷോപ്സ് പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ, നമുക്ക് കേരളത്തിൽ തന്നെ മേടിക്കാൻ പറ്റുന്നൊരു ഒരു ഷോപ്പുണ്ട്, ഓട്ടോ മോഡൽ എന്ന് പറഞ്ഞ്. ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, അവർക്ക് ഷോപ്പും ഉണ്ട്, കേരളത്തിലും കൊച്ചിയിലും ഉണ്ട്. പിന്നീട് രണ്ടാമത്തേന്ന് വെച്ചാൽ സ്കെയിൽ ആർട്സ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പൂനെ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട്. 1/64 മുതൽ 1/18, 1/8 വരെയുള്ള സ്കെയിൽ റേഷ്യോസിലുള്ള വണ്ടികളുണ്ട്. അപ്പം ഈ ഒരു ഷോപ്പിൽ എന്ന് വെച്ചാൽ അവർക്ക് പലർക്കും പല റേറ്റ് അല്ല, എല്ലാം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, ഇതിപ്പോൾ ഈ വണ്ടിക്ക് 1500 ഒരു ബയറിൻ്റെ ഇത് മേടിക്കുകയാണെങ്കിൽ മറ്റേ ബയർ 2000 രൂപയ്ക്ക് കൊടുക്കത്തില്ല, നമുക്കെല്ലാം ഒരു കോൺസ്റ്റൻറ്റ് റേറ്റ് ആയിരിക്കും. മൂന്നാമത്തത് ഓട്ടോമാനിയ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പേജ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. നാലാമത്തത് ബാംഗ്ലൂർ ബേസ് ചെയ്ത ഫ്യൂച്ചർ ടോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഇതൊക്കെ ട്രസ്റ്റഡ് ആയിട്ടുള്ള പേജസ് ആണ്, നമുക്ക് ഉറപ്പായിട്ടും മേടിച്ച് കഴിഞ്ഞാൽ സാധനം പ്രോഡക്റ്റ് എത്തും. പിന്നീട് പറയാനുള്ളത് ഫേസ്ബുക്കിൽ കൂടെ കുറേ ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ കൂടെ സെല്ല് ചെയ്യുന്ന ഒരു പേജ് എന്ന് വെച്ചാൽ ഡെയ്സി കാർ ഓട്ടോഹോളിക്സ് ആണ്. അവർ കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേജാണ്. അപ്പോൾ നമുക്ക് നല്ല പ്രോഡക്ട്സ് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെല്ലേഴ്സും ആണ് അതിലുള്ളത്. അപ്പം മേടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു അഡ്മിനുമായിട്ടൊന്ന് ചോദിച്ചിട്ട് വേണം നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഒരു 70% വണ്ടികൾ ഞാൻ ഫേസ്ബുക്കിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. അപ്പം ഫേസ്ബുക്കിലെ ഡെയ്സി കാർ ഓട്ടോഹോളിക്സും ബാക്കി ഇബേയിൽ നിന്നും എങ്ങനെ മേടിക്കാം എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട് കാണത്തില്ലല്ലോ, ഞാൻ എവിടെ നിന്നാണ് ഇന്ത്യൻ കാർസ് മേടിക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് വണ്ടികളെല്ലാം പർച്ചേസ് ചെയ്യുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്ക് കിട്ടാതെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫൈനലി എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയറും ചെയ്യുക. അപ്പോൾ താങ്ക് യു.